ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ രേണു ഹണി റോസ് ബ്യൂട്ടി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ സ്മൂത്തനിങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹെയർ സ്മൂത്തനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹെയർ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നല്ല കേളിയായിട്ടുള്ള നല്ല ചുരുള മുടിയാണ്. അപ്പോൾ നല്ല തിക്നെസ്സും ഉണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഈ ഹെയറാണ് നമ്മളിന്ന് ഹെയർ സ്മൂത്തനിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഹെയറൊക്കെ അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഹെയറിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ആളിൻ്റെ ഹെയറിൻ്റെ എൻഡ്സ് ഫുള്ള് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ട് എന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയറൊക്കെ നല്ല ബലമുള്ള ഹെയറൊക്കെ തന്നെയാണ്. വേറെ പ്രോബ്ലംസ് ഒന്നും ഉള്ളതല്ല. പിന്നെ വേറെ കെമിക്കൽസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു ഹെയറാണ്, വെർജിൻ ഹെയറാണ്. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഹെയർ വാഷാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കിട്ടിയതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി നമ്മുടെ സ്മൂത്തനിങ്ങിൻ്റെ വീഡിയോയുടെ തിയറിയും അതുപോലെ തന്നെ സ്മൂത്തനിങ് എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി ഒന്ന് കാണുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബ്ലോ ഡ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാഷ് കഴിഞ്ഞു. ഫസ്റ്റ് വാഷ് അതിൻ്റെ ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് നല്ല ഓയിലുണ്ട് എന്നുണ്ടെങ്കിൽ 2-3 വട്ടം നന്നായിട്ട് തന്നെ വാഷ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു. വാഷ് ചെയ്തതിന് ശേഷം നല്ല കേളി ഹെയർ ആയതിൻ്റെ പേരിൽ ഞാനിവിടെ ബ്ലോ ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് നിവർന്ന് കിട്ടും. എന്നതിന് ശേഷം നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഹെയർ നന്നായിട്ട് ആ ഒരു സ്മൂത്ത് ലുക്കിൽ നമുക്ക് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലരുടെയൊക്കെ ഹെയറിൽ നമ്മൾ സ്മൂത്തനിങ് ചെയ്ത് നല്ല ചുരുള ഹെയറിൽ നമ്മൾ ചെയ്തതിന് ശേഷം ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നേരെ പിന്നെയും തിരിച്ച് ചെറിയ ഒരു ചുരുൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും പെട്ടെന്ന് തന്നെ നല്ല ആ ഒരു സ്മൂത്ത് ലുക്ക് കിട്ടാനും ഒക്കെയാണ് നമ്മളിങ്ങനെ ഒരു ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് ചിലരൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, എഫക്റ്റീവ് പെട്ടെന്നായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ ഹെയറിനും നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യാറില്ല. ഇതിപ്പോൾ നല്ല കേളി ഹെയർ ആയതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചോദിക്കും, ഇനി ബ്ലോ ഡ്രൈ ചെയ്തിട്ടാണോ സ്മൂത്തനിങ് ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ട് വരും. അത് എല്ലാ ഹെയറിനും ഇല്ല. ഇതിപ്പോൾ നല്ല കേളി ഹെയർ ആയതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അതേസമയം നമുക്ക് ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്യാതെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഹെയർ നന്നായിട്ട് ചുരുണ്ട് കയറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലോ ഡ്രൈ ചെയ്ത് കണ്ട ഇപ്പോൾ നല്ല ആ ഒരു സ്ട്രെയിറ്റ് ലുക്ക് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം വേണം നമ്മൾ ഇനി ക്രീം ആപ്ലിക്കേഷൻ ചെയ്യാൻ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ അതുപോലെ തന്നെ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ക്രീം ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്രീമാണ്, അതായത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മെട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നമ്പർ 1 എന്ന് പറയുന്ന ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത് നമ്മുടെ സ്കാൽപ്പിൽ നിന്നും 1 ഇഞ്ചെങ്കിലും വിട്ടിട്ട് വേണം ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. എന്നതിന് ശേഷം നന്നായിട്ട് തന്നെ ഇമ്മൾസിഫൈ ചെയ്ത് ക്രീം ഹെയറിലേക്ക് പെനട്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നന്നായിട്ട് ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയി കാണുക. ഇത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഞാൻ സ്കാൽപ്പിൽ നിന്നും 1 ഇഞ്ച് ഞാൻ വിട്ടിട്ടാണ് ഞാൻ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. എന്നതിന് ശേഷം നമ്മുടെ 2 വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് ക്രീം ഹെയറിലേക്ക് പെനട്രേറ്റ് ചെയ്യണം. അപ്പോൾ അത് നന്നായിട്ട് ചെയ്തതിന് ശേഷം ആ സ്ട്രെയിറ്റ് ലെവലിൽ തന്നെ നമ്മൾ ഇടാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ക്രീം ആപ്ലിക്കേഷൻ അറിയാത്തവർ ഞാൻ പിന്നെയും പറയുകയാണ്, നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് പോയി കാണുക. കണ്ടതിന് ശേഷം ഇതൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ക്രീം ഞാനിപ്പോൾ എടുത്തത് ഒന്നും കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ കസ്റ്റമറൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ക്യാമറ എടുത്ത് തന്നിട്ട് നമ്മുടെ സ്റ്റാഫ് അങ്ങോട്ട് പോയത് കാരണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രീം ആപ്ലിക്കേഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നിന്നും 1 ഇഞ്ച് വിട്ട് വേണം ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. എന്നതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മൾ തിന്നായിട്ട് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഹെയർ ഞാൻ പറഞ്ഞില്ലേ നല്ല ചുരുളുള്ള ഹെയറാണ്, നല്ല കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ നല്ല ചെറിയ സെക്ഷൻ വേണം നമ്മൾ എടുക്കേണ്ടത്. ചെറിയ സെക്ഷൻ എടുത്ത് തന്നെ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യണം. പിന്നെ അത് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇല്ല നമുക്ക് നല്ല പ്രാക്ടീസ് ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ എല്ലായിടത്തും നന്നായിട്ട് കറക്റ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തിക്നെസ് ആയിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ തിന്നായിട്ടുള്ള ലെയർ ആയിരിക്കണം നമ്മളെപ്പോഴും എടുക്കേണ്ടത്. എടുത്തതിന് ശേഷം നന്നായിട്ട് ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത് നന്നായിട്ട് നിവർത്തി തന്നെ വെക്കുക. എന്നതിന് ശേഷം ഒരു ചെറിയൊരു കോമ്പിങ് കൊടുത്ത് നന്നായിട്ട് സ്ട്രെയിറ്റ് ആക്കി ഇരിക്കുന്ന കസ്റ്റമറുടെ അടുത്ത് അനങ്ങാതെയൊക്കെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ഈ ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഒരു 30 to 35 മിനിറ്റ്സ് ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ചിലരുടെ ഹെയറിൽ 20 മിനിറ്റ്സ് മുതൽ നമ്മളിങ്ങനെ വിഷ്വൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആയോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ക്രീമിൻ്റെ വാഷിങ് കഴിഞ്ഞു, നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഷാമ്പു ഉപയോഗിച്ചാണോ വാഷ് ചെയ്യുന്നതെന്ന്. ഒരിക്കലും അല്ല. നമ്മുടെ ഫസ്റ്റ് ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ ക്രീം വാഷ് ചെയ്ത് കളയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അത് എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ആ വാഷിങ് ഞാൻ ഇതിലിപ്പോൾ കാണിച്ചിട്ടില്ല. നമ്മുടെ നേരത്തെ വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അയണിങ് ആണ്. അപ്പോൾ വാഷിംഗ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രയർ ഉപയോഗിച്ച് ഡ്രയർ ചെയ്യുക. എന്നതിന് ശേഷമാണ് അയണിങ് ചെയ്യേണ്ടത്. അപ്പോൾ അയണിങ് ഞാൻ പകുതി ഭാഗത്തോളം അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഫുൾ ഹെയർ ഇവിടെ അയൺ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അയണിങ് ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഒരു 230 ഇട്ടാണ് ഞാനിപ്പോൾ ഇവിടെ അയൺ ചെയ്ത്. ഐക്കോണിക് മെഷീൻ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള വിഷ്വലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി അടുത്ത് നമ്മുടെ സെക്കൻഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ സെക്കൻഡ് ക്രീം എന്ന് പറയുന്നത് ന്യൂട്രലൈസറാണ്. അപ്പോൾ ഇപ്പോൾ അതും അതുപോലെ തന്നെയാണ്, ചെറിയ സെക്ഷനായിട്ട് തന്നെ നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം വേണം നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ ഹെയറിൽ ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതും ക്രീം നമ്മൾ ചെറിയ തിന്നായിട്ട് എടുത്തതിന് ശേഷം ക്രീം സ്കാൽപ്പിൽ നിന്നും ജസ്റ്റ് ഒന്ന് 1 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. എന്നതിന് ശേഷം ചെറിയൊരു ഇമൽസിഫൈ ചെയ്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി തന്നെ ഇട്ടിരിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്താൽ മതിയാകും. 10 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നോർമൽ വാട്ടറിൽ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമ്മുടെ സെക്കൻഡ് ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ നമ്മൾ എങ്ങനെയാണോ ഫസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ചെറിയ തിൻ ലെയറായിട്ട് തന്നെ നമുക്ക് എടുത്തതിന് ശേഷം വേണം ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോഴും നമ്മുടെ കയ്യിൽ ഗ്ലൗസൊക്കെ വേണം. അതുപോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ച് തന്നെ മാക്സിമം ചെയ്യണം. ചിലരൊക്കെ ആണെങ്കിൽ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ സെക്കൻഡ് ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. എന്നതിന് ശേഷം ഇതുപോലെ തന്നെ ഇങ്ങനെ ഇമൽസിഫൈ ചെയ്ത് ഹെയറിലേക്ക് പെനിട്രേറ്റ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്രീം ആപ്ലിക്കേഷനും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം വാഷ് ചെയ്തതിന് ശേഷം മാസ്ക് അപ്ലൈ ഉണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ നമ്മുടെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാം. എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രയർ ചെയ്തതേ ഉള്ളൂ, അല്ലാതെ അയൺ ചെയ്തിട്ടില്ല. ഡ്രയർ ചെയ്തതിന് ശേഷമുള്ള വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമ്മുടെ ഹെയർ സ്മൂത്തനിങ് നമുക്ക് ലാസ്റ്റ് ഫിനിഷിംഗ് ലുക്കിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ വീഡിയോ നിങ്ങൾ പോയി കാണുക. കണ്ടതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, സീ യു.